ഞാൻ വന്നതിന്റെ ശേഷം ഒന്നുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെ കല്യാണം കഴിക്കും? ബമ്പർ അടിച്ചതൊക്കെ അന്ന് ഫോട്ടോയിലൊക്കെ എന്ത് ഭംഗി, അല്ലാ കുറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഞങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ടോ? ഇവിടെ വിളി ഉണ്ടല്ലോ അജുക്ക. ഹലോ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി എന്ത് വീഡിയോ എന്താണ് ഞങ്ങൾ എടുക്കാൻ പോകണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഇങ്ങനെ സംസാരിച്ചു. ഞാനിങ്ങനെ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ സൊറപറയിലാണ് അത്ര ഇഷ്ടം. അപ്പോൾ സൊറപറയല്ല, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് അവളോട് ചോദിക്കും. അപ്പോൾ അവൾ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കും. അപ്പോൾ നോക്കി നോക്കാം, പോയോക്കാം. ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ എന്താവുമായിരുന്നു? ഞാനാവുമായിരുന്നു. അല്ല, നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് ഇന്നെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ ആരായിരിക്കും കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ആവുമായിരുന്നു ലൈഫ്, അങ്ങനൊക്കെ. നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കല്യാണേ കഴിച്ചിട്ടുണ്ടാവില്ല. അതെന്താ? എന്നല്ലാതെ കിട്ടൂല എന്ന് എന്റെ വാപ്പാനോട് പറഞ്ഞു. അയ്യോ, അതല്ല, ഞാനിപ്പോ എന്റെ പഠിത്തമൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഒരു ജോബിനുള്ള. ഓ, അപ്പൊ എന്റെ പഠിത്തം കൊളാക്കി ഞാനന്ന് ഈ പറഞ്ഞു തരണേ? അങ്ങനല്ല, കല്യാണം കേൾക്കൂല. കാരണം ഞാൻ ആ സമയത്ത് ഇപ്പൊ തന്നെ കല്യാണം 22 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടാ പറയില്ലല്ലോ. കണ്ട കുറച്ച് തടിച്ചിട്ടായോണ്ട് കുറച്ച് അങ്ങനൊക്കെ തോന്നും. പക്ഷെ ഞാൻ 22 ഉള്ളൂ കേട്ടോ, ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാന് വല്ല ബാംഗ്ലൂരോ അല്ലെങ്കിൽ വല്ല ചെന്നൈയോ അവിടെ എവിടെയെങ്കിലൊക്കെ ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടാവുമായിരിക്കും. കേരളത്തിൽ പറ്റൂല? അല്ല, അവിടെ സാലറി കിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. അപ്പൊ അവിടേക്ക് പോകും. എന്നിട്ട് ഞാൻ ഫുള്ള് വൈബ്. ഇതിപ്പോ ചിലപ്പോ ഓളപ്പ കാണുന്നുണ്ടെങ്കിൽ വിളിക്കണം, അൽഹംദുലില്ലാ ഹൈറ്, മോളെ ആദ്യം കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് അൽഹംദുലില്ലാ, എന്റെ മോള് വഴി തെറ്റി പോയില്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടാവും. എന്നിട്ട് പിന്നെ ഞാൻ വൈബ് ചെയ്യും ഫുള്ളിങ്ങനെ പറന്ന് കുറെ ട്രിപ്പൊക്കെ പോയി ഫ്രണ്ട്സുകളപ്പൊക്കെ ഇങ്ങനെ ചില്ല് ചെയ്തെടുക്കും. പിന്നെ കല്യാണം കഴിക്കൂല. അപ്പൊ ഈ പറഞ്ഞു വന്നത് ഞാൻ ഇന്നെ കെട്ടിയോട് കൂടി ഈ ഒരു ഇതിന് കൂട്ടിന് ഇല്ല, അങ്ങനില്ല. പക്ഷെ നിങ്ങള് ഈ ലൈഫ് വേറെ രീതിയിൽ, ആ ലൈഫ് വേറെ രീതിയിലായിരിക്കും, അങ്ങനെ ഇരിക്കും. പിന്നെ കല്യാണം അറിയില്ല, ചിലപ്പോ ആരായിരിക്കും കല്യാണം കഴിക്കുക, ചിലപ്പോ പറയാൻ പറ്റൂല, പറഞ്ഞു നടക്കല്ലേ. അപ്പൊ ആരെങ്കിലൊക്കെ പ്രേമിക്കാലോ. അറിയില്ല, കല്യാണം ഒന്നും അന്ന് ചിലപ്പോ ചിന്തിക്കുണ്ടാവില്ല. കാരണം എന്റെ ഒപ്പം ഉള്ള ആൾക്കാരൊന്നും ഇപ്പൊ തന്നെ കല്യാണം കഴിക്കണ്ട എന്നുള്ള മൈൻഡുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ഇടയിൽ നിന്നാണ് ഞാൻ പെട്ടെന്ന് കല്യാണം കഴിച്ചത്. ഒക്കെ ചിലപ്പോ കല്യാണം ഉണ്ടാവില്ല, കല്യാണമേ ചിലപ്പോ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവും. ഇപ്പത്തെ ന്യൂസൊക്കെ കേട്ട് കണ്ടില്ലേ ഓരോ ന്യൂസ്. അല്ല, അപ്പൊ അങ്ങനെ എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ മുന്നോട്ടുള്ള ലൈഫ്? അതായത് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ 4 ആളെ അറിയുന്നുണ്ട്. ഇപ്പോൾ ഈ വേറൊരാളായിട്ട് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ റീല്, അതായത് ഇപ്പൊ ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയ. അതിപ്പോ നിങ്ങളെ കല്യാണം കഴിച്ചപ്പോ ഞാൻ വിചാരിച്ചില്ലല്ലോ അങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക്. അല്ല, അങ്ങനെ ആവുമായിരുന്നോ? അങ്ങനെ ആവുന്നെന്തെങ്കിലും? ഇല്ല, കാരണം ഞാൻ എനിക്ക് പണ്ട് റീൽസ് എടുക്കലൊരു വരാന്നുണ്ടായിരുന്നു. ഏതെന്നറിയോ? ഇവളെ റീൽസ് എടുക്കൽ ഏതാന്നറിയോ? മറ്റേ ഏതെന്ന് പാട്ട്? അതായിരുന്നു ഇവളെ ലൈന്. ഇങ്ങനത്തെ പാട്ട് ഇട്ടിട്ട് എഫക്റ്റ് ഒക്കെ ഇട്ട് മറ്റേ പാട്ടിനനുസരിച്ച് ഇങ്ങനെ താളം കൂട്ടൂലേ? മറ്റേതിന് മൈലാഞ്ചി ചൊപ്പുള്ള കയ്യാൽ ആ സാധനല്ലേ, അതൊക്കെയാണ് ഇവളെ കയ്യില്. ഞാൻ വന്നതിന്റെ ശേഷം ഒന്നുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക്. ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചേ? അപ്പൊ ഞാൻ ഇതിലേക്ക് വരുമെന്ന് ഇപ്പോഴും വിചാരിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ ഇഷ്ടമുള്ള ആളായിരുന്നു ഫസ്റ്റ്? ഇഷ്ടമല്ല, ഞാൻ ഫസ്റ്റ് റീല് ഞാൻ മുന്നേ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെ എവിടെ പോസ്റ്റ് ചെയ്യുക അങ്ങനെ ചെയ്തിട്ടുണ്ട്.
പക്ഷെ അങ്ങനെ വലിയൊരു അഡിക്റ്റ് അല്ലായിരുന്നു. പിന്നെ അവളെ കല്യാണം കഴിഞ്ഞ സമയത്തും അജിക്ക് ഇഷ്ടമൊന്നുമല്ലേന്ന്, വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെ എങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഉണ്ടായി. അതുപോലെ വേറൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലോയിൽ കണ്ട് ജീവിച്ചു പോയാനെ. ഞങ്ങൾ ഈ വീഡിയോ സംഭവങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ടിങ് എവിടെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്. അത് വേറെ. എങ്ങനെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് ടൈമിലൊക്കെ ഇങ്ങനെ ഓരോ അന്ന് ഡബ് സ്മാഷാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കോളേജ് ടൈമിലൊക്കെ ഇങ്ങനെ ഡബ് സ്മാഷ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ടൈം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ എനിക്ക് കുറച്ച് മോഹൻലാൽ പ്രാന്ത് ഉണ്ട്, ഇവൾക്കറിയാം അല്ലേ. അപ്പോൾ ഈ മോഹൻലാലിൻ്റെ പ്രാന്തുള്ള കാരണം നിക്കാഹ് കഴിഞ്ഞന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ലാലേട്ടൻ നിൽക്കണ പോലെ ഞങ്ങൾ രണ്ടാളും നിന്ന് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്തു തരുമെന്ന് ചോദിച്ച് അങ്ങനെ ഫോട്ടോ എടുത്തു. അങ്ങനെ ആ ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ വൈറലായി. അത് ലാലേട്ടനിക്ക് എന്താണ് വേറെ ആൾ ത്രൂ ഞങ്ങൾ അയച്ചു കൊടുത്തു. ഞാനും പേഴ്സണലി ലാലേട്ടൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടനക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ കുറേ പേജസിലൊക്കെ ലാലേട്ടൻ മോഹൻലാൽ ഫാൻസിൻ്റെ പേജസിലൊക്കെ ആ ഫോട്ടോ വന്നു. അപ്പോൾ അങ്ങ് ഭയങ്കര ക്ലിക്കായപ്പോൾ കല്യാണത്തിനും മോഹൻലാലിന് എന്തെങ്കിലുമൊക്കെ വേണം, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു ടച്ച് വേണം എന്നുള്ളതൊക്കെ ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ ഞാനും ക്യാമറാമാനും കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും സിനിമ ഡയലോഗ് ഫസ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത ഡയലോഗ് ഏതാണെന്നറിയോ? സ്റ്റേജിൽ വെച്ചിട്ട് മറ്റേ സാധനം ഉണ്ടല്ലോ, ഗാഥ എങ്കിലേ എന്നോട് പറ, ആ ഒരു ഇതുണ്ട്. എൻ്റെ ജാം ആരും തിന്നണ്ട, ഞാൻ തിന്നോളാന്നുണ്ട്, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ചെയ്യാനായിരുന്നു ആദ്യം പ്ലാന്. പക്ഷെ അത് ആ കല്യാണത്തിൻ്റെ തിരക്കിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി വൈകിട്ട് ഒരു 6 മണിക്കുള്ള ഫോട്ടോഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് മറ്റേ റീൽ നമ്മൾ ചെയ്തത് കല്യാണത്തിൻ്റെ കോസ്റ്റ്യൂമിൽ. ദൈവമേ ഈ ഭ്രാന്തം വായ നോക്കിയാണല്ലോ എനിക്ക് കിട്ടിയത്. ഭ്രാന്തം വായ നോക്കിയതിൻ്റെ അച്ഛൻ പറയുന്നുണ്ടല്ലോ. അപ്പം അതിമെന്നാണ് വീഡിയോ അന്ന് തന്നെ കല്യാണത്തിന് അന്ന് തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്തു. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ച് കയറി. അവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ്. അതായത് ഇങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ. പിന്നെ അഭിനയം അല്ലെങ്കിൽ ഇതേപോലെ കണ്ടന്റ് ക്രിയേഷൻ വന്നത് നമ്മൾ മുന്നേ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട്. അത് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ബോറടിപ്പിക്കണില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. ഒന്നുമില്ല, ഇവളെ വീട്ടിൽ നിൽക്കാൻ പോയ ടൈമിൽ ഇവള് രാവിലെ ചിപ്സ് എന്നോട് ചിപ്സ് വേണോ ചിക്കാന്ന് ചോദിച്ചു. അപ്പോൾ ചിപ്സ് എടുത്തോന്ന് പറഞ്ഞാൽ രാവിലെ ഞാനിങ്ങനെ കഴിക്കാനും വേണ്ടി ഇരുന്നു. അവൾ ചിപ്സ് ആയിട്ട് വന്നു. അപ്പോൾ അവൾ എനിക്ക് നീട്ടി, ഞാൻ കൈ ഇങ്ങനെ നീട്ടിയപ്പോൾ അവൾ ആ പാത്രം കടനെ വലിച്ച് അങ്ങനെ എന്നെ കളിപ്പിച്ച്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ തുറച്ച് നോക്കി. അപ്പോഴാണ് എൻ്റെ മണ്ടയിൽ ഇങ്ങനെ ഒരു ന്യൂസ്, പണ്ടത്തെ ഒരു ന്യൂസ് ഇങ്ങനെ ഇവളെ വീട് കൊല്ലാണ്, ഞാൻ മലപ്പുറത്താണ്. അപ്പോൾ ഞാൻ മലപ്പുറമാണ്. അപ്പോൾ ഞാൻ അന്ന് ന്യൂസ് കണ്ട ഒരു ഓർമ്മ ഉണ്ട് എനിക്കിങ്ങനെ, കൊല്ലത്ത് ചിപ്സിനും വേണ്ടിയിട്ട് അടി കൂടി എന്നുള്ള. അപ്പോൾ ഞാനിങ്ങനെ ആ ന്യൂസ് യൂട്യൂബിൽ തിരഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്താലോ. ഈ ചിപ്സ് ചോദിച്ചിട്ട് ഞാൻ തന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആ ന്യൂസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് പ്ലേ ആകുമ്പോൾ ഇങ്ങനെ തുറച്ച് നോക്കണം, അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അത് ഫസ്റ്റ് തന്നെ 1 മില്യൺ വ്യൂസ് പോയി. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം. രണ്ടാമത് വീഡിയോ ചെയ്തു, രണ്ടാമത്തെ വീഡിയോ 1 മില്യണായി. പിന്നെ അത് നിർത്താൻ പറ്റാത്തൊരു ശീലമായി മാറി. എന്നെ കെട്ടിയോണ്ട് തന്നെ 4 ആൾ അറിഞ്ഞ് കുറച്ചെങ്കിലും ബുദ്ധി എനിക്ക് കിട്ടി. സത്യല്ല, ഈ ആലോചിച്ചൊക്കെ എന്നെ കല്യാണം കഴിച്ചോണ്ട് എന്തൊക്കെയോ എനിക്ക് കിട്ടി. ഒരു പൊട്ടനായ ഭർത്താവിനെ കിട്ടി, നല്ലൊരു ഉമ്മാനപ്പാനൊക്കെ കിട്ടി, നല്ലൊരു ജീവിതം കിട്ടി, സ്നേഹനിധിയായ ഭർത്താവിനെ കിട്ടി. പിന്നെന്താ കിട്ടി? സ്നേഹനിധിയായ ഭർത്താവിനെ ഉള്ളൂ. എങ്ങനെ നോക്കിയാലും ഭർത്താവിനെ നേരത്തെ അന്ന് കൈ നോക്കിയ പോലെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്നുള്ള ഐശ്വര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, വേണ്ട അതല്ല അതിന്റെ ബ്യൂട്ടി. ഓക്കെ, അത് വേണ്ട, അത് വേണം. ഇപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം ഞാനായിട്ട് ചോദിച്ചോളാം. അതിനുള്ള ഉത്തര മാത്രം തന്നാൽ മതി, കഥ പറയണ്ട. ഓക്കെ, എന്താണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചു, നിങ്ങൾ പഠിച്ചത് എഞ്ചിനീയറിംഗ് അല്ലേ, പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യണ വേറെ ഫീൽഡിലല്ലേ, അത് എന്തുകൊണ്ടാ റീസൺ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ആക്ച്വലി ഞാൻ പഠിച്ചത് +2 ബയോളജി
ബയോളജി സയൻസ് ആയിരുന്നു. എൻ്റെ ഉപ്പാക്ക് നല്ല ആഗ്രഹമായിരുന്നു എന്നെ ബി ഫാം അല്ലെങ്കിൽ ഫാം ഡി ചേർക്കണം എന്നുള്ളത്. എനിക്കാണെങ്കിൽ കെമിസ്ട്രി കണ്ണെടുത്താൽ കണ്ടുകൂടാ. അങ്ങനെ കോഴിക്കോട് KMCT പോയിട്ട് അഡ്മിഷൻ വരെ എടുത്ത്, എന്നിട്ട് ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് കെമിസ്ട്രി നടക്കൂല. കാരണം ഞാൻ കെമിസ്ട്രി ജസ്റ്റ് പാസ്സാണ്. അപ്പോൾ എനിക്കറിയാം കെമിസ്ട്രി എനിക്ക് എങ്ങനെ നോക്കി കഴിഞ്ഞാലും എനിക്ക് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും തല കയറില്ല. അപ്പോൾ ഉപ്പാനോട് പറഞ്ഞു ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതത്തിൽ ഒരു ബന്ധമില്ലാത്ത ഒരു കോഴ്സ് ഞാൻ പോയി ചേർന്ന്, എൻജിനീയറിങ്, അതും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ്ങിന് തൃശ്ശൂർ പോയി ചേർന്ന്, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ് ചക്കിക്കാവിൽ പോയി ചേർന്ന് 4 വർഷം പഠിച്ചു. അൽഹംദുലില്ലാ ഫസ്റ്റ് ക്ലാസ്സോടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി. സപ്ലി ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റത്തെ 2 സെമിസ്റ്ററിൽ സപ്ലി ഉണ്ടായിരുന്നു. സപ്ലി ഇല്ലാതെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു പൊട്ടന്മാരാ. അപ്പോൾ സപ്ലി ഉണ്ടായിരുന്നു. പക്ഷേ കോഴ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുതിയെടുത്ത് അൽഹംദുലില്ലാ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫൈനൽ ഇയറിൽ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി, ഗൾഫിലേക്കുള്ള ജോബ് കിട്ടി. പക്ഷെ കിട്ടിയത് ഇതേപോലെ മാനേജ്മെൻറ്റ് ഫീൽഡാണ്, അതായത് വെയർഹൗസിങ് ആൻഡ് ഓപ്പറേഷൻസ്. ആ ഫീൽഡിലേക്കാണ് എനിക്ക് ജോബ് കിട്ടിയത്. സോ എനിക്ക് പിന്നെ പണ്ടേ പ്രോഗ്രാമിങ് ഇഷ്ടമല്ല. അറിയാം ജാവ, C++, MySQL, അങ്ങനെ എന്താണ് ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ എന്താണ് വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങൾ കോഴ്സ് പഠിച്ചവർ ഒന്നെങ്കിൽ പോവുക, അവിടുന്ന് പിന്നെ MBA എടുക്കാൻ പോകും, അല്ലാന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായിട്ട് പോകും. എനിക്ക് ആ പ്രോഗ്രാമിംഗ് ഫീൽഡ് ഇഷ്ടമല്ലാത്ത കാരണം എനിക്ക് മാത്രമല്ല ഗൾഫിലേക്കുള്ള ഇൻ്റർവ്യൂ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് എക്സാം തീരുന്നതിന് മുന്നേ തന്നെ, ഫൈനൽ ഇയർ എക്സാമിന് മുന്നേ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായി, കോളേജ് വെച്ച് ഇൻ്റർവ്യൂ ഉണ്ടായി. അവിടുന്ന് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി ഗൾഫിലേക്കുള്ള. അങ്ങനെ ഓക്കെ, ഞാൻ പ്രോഗ്രാമിംഗ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ഫീൽഡല്ല, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡാണ് കിട്ടിയത്. സോ പക്ഷേ കോളേജ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞിട്ടായിരുന്നു എനിക്ക് പോകേണ്ടി വന്നിരുന്നത്. അപ്പോൾ 6 മാസം വരെ ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ലെക്ചറായിട്ട് അവിടെ പഠിപ്പിച്ചു. ഒന്നുമില്ല. അല്ല, ആ കുട്ടികളൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, ഭയങ്കര സ്നേഹമായിരുന്നു എന്നോടൊക്കെ. പക്ഷെ ഞാൻ പഠിപ്പിച്ചത് അത് ലെറ്റർ അല്ല മക്കളെ, അത് ഫീഡ്ബാക്ക് ആണ്. എന്താ സാർ എടുക്കണ സാറ് കാരണമാണ് ഞങ്ങൾ പാസ്സായത്, സാർ ഞങ്ങൾ പാസ്സായില്ലെങ്കിൽ സാർ വിഷമിക്കരുത് സാർ എന്നൊക്കെ പറഞ്ഞിട്ട്. എടി എന്റെ ക്ലാസ് അത്രയും നല്ലതായിരുന്നു, പിള്ളേർ പഠിക്കായിരുന്നു. ഞാൻ എന്താണ് പിള്ളേർ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിർത്തും. പിന്നെ കലാപരിപാടികൾ, പാട്ട്, ഡാൻസ്, ഞാൻ അങ്ങനെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. കുട്ടികളുടെ ബഹളവും നമുക്ക് തരുന്നൊരു ബഹുമാനം. സാറേ ഇപ്പോഴും ഓരോരുത്തരും മെസ്സേജ് അയക്കും അജബുൽ സാറേ എവിടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം. എന്നോടന്നെ അടുത്ത ക്വസ്റ്റ്യൻ, എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആരെ കല്യാണം കഴിക്കും? പറയോ അങ്ങനെ വരട്ടെ. അല്ലട്ടാ, ഇവളെ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എല്ലാ തേപ്പും കിട്ടിയിട്ട് ഞാൻ ഫ്രീ ആയിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വീട്ടുകാർ ആക്റ്റീവായിട്ട് തന്നെ കല്യാണം നോക്കുന്നുണ്ടായിരുന്നു. ഇവളെ പെണ്ണ് കാണാൻ പോണതിന് മുമ്പ് തന്നെ 1-2 അല്ല രണ്ടാളൊക്കെ പെണ്ണ് കാണാൻ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു 2 പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ റീസൺസ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഏറ്റവും വലിയ കോമഡി, വീടിൻ്റെ അവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്ന പ്രപ്പോസൽ ദൂരാണെന്ന് പറഞ്ഞിട്ട് വരെ എൻ്റെ വീട്ടുകാർ ഒഴിവാക്കിയിട്ടുണ്ട്. 250 കിലോമീറ്റർ അപ്പുറം പോയി ഞാൻ കല്യാണം കഴിച്ചു. അത് ഞാനായിട്ട് എന്തായാലും എന്താണ് കണ്ടെത്തൂല എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു ഞാൻ. അപ്പോൾ തേപ്പ് കിട്ടിയപ്പോൾ ഞാൻ, കാരണം അവസാനത്തെ തേപ്പ് എന്നെ മാനസികമായിട്ട് വളരെ തളർത്തി. പക്ഷേ നമുക്ക് ആരോടും ഒരു വിരോധമില്ല. അവർ ഡെഫിനറ്റ്ലി ഞങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും. കാരണം ഞങ്ങളിടുന്ന വീഡിയോ, എല്ലാ വീഡിയോസും മിനിമം 1 ലക്ഷം പേരെങ്കിലും കാണുന്നുണ്ട്. ആ 1 ലക്ഷം പേരിൽ എന്തായാലും അവർ ഉണ്ടാവുമെന്ന് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. പക്ഷെ അവരെല്ലാവരും, ഞാനാണെങ്കിലും അവരാണെങ്കിലും നല്ലത് സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ലതിന് വേണ്ടത്. അപ്പോൾ ഡെഫിനറ്റ്ലി ചോദിച്ചിരുന്ന ചോദ്യം എന്താ ചോദിച്ചേ? വീട്ടുകാർ
വീട്ടുകാർ എന്താണ് കണ്ടുപിടിക്കണ എനിക്ക് പറ്റണ എനിക്ക് ഓക്കെ എന്ന് തോന്നുന്ന ആൾക്കാർ ഡെഫിനറ്റ് കല്യാണം കേൾക്കുമായിരുന്നു. സോറി ഗൈസ്, എന്ത് ചെയ്യാനാ, ഒരു ഇടുത്തി വന്ന് തലയിൽ വീണു. അതുകൊണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കില്ലേ എൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന നിങ്ങളെ ഫസ്റ്റത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ദേവിയേ, ബമ്പർ അടിച്ചതൊക്കെ എനിക്ക് പെണ്ണ് കിട്ടി, ഇവിടെ പ്രപ്പോസൽ വന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, നാട്ടിലെ ആക്റ്റീവായിട്ട് വീട്ടിലെ ആക്റ്റീവായിട്ട് ഇങ്ങനെ പെണ്ണ് വെക്കണ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര്, സുഹൈല അവരൊക്കെ കുറേ പ്രപ്പോസൽ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഷബ്ന കുറേ പ്രപ്പോസൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതായത് എൻ്റെ കൂടെ പഠിച്ചവർ തന്നെ കുറേ പ്രപ്പോസൽസ് അവരെ ഫാമിലി എന്നൊക്കെ കുറേ പേര് പ്രപ്പോസൽ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്റ്റീവായിട്ട് നോക്കണതിൻ്റെ ഇടയ്ക്കാണ് ഉമ്മ പെട്ടെന്നൊരു കുട്ടീൻ്റെ ഫോട്ടോ അയച്ചെന്ന്. ഉമ്മ പെട്ടെന്നൊരു കുട്ടി, ഒരു തള്ള പിന്നെ കെട്ടിയത് ചോദിക്കങ്ങട്ട്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ട് ഇത് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ കോലം കാണണം, മറ്റേ ഇപ്പം ഇങ്ങനെ ഇവള് ഹിജാബ് ഇങ്ങനെയല്ലേ കിട്ടിക്കുന്നത്, അത് അങ്ങനെയല്ലായിരുന്നു. ഇങ്ങനെ കുറേ ചുറ്റിട്ട് ആ കോലം കുറേ ഇങ്ങനെ ചുറ്റു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂന് പോലെ, എന്നിട്ട് ഇവിടെ ഒരു പിന്നി, ഇവിടെ ഒരു പിന്നി, ഇവിടെ ഒരു പിന്നി, മൊത്തം പിന്നി, എന്നിട്ട് കണ്ണ് നല്ല കട്ടിയിൽ എഴുതിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫോട്ടോ സെൽഫി. അപ്പോൾ ഞാൻ ഉമ്മാനോട് ഫസ്റ്റ് ചോദിച്ചു വേറെ എന്തെങ്കിലും ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം എന്തെങ്കിലും മറ്റേ അന്നൊരു ക്യാം ഉണ്ടായിരുന്നില്ല, ക്യാൻഡി ക്യാമാ യു ക്യാമാ അതിലെന്തോ കൊടുത്ത ഫോട്ടോ ആയിരുന്നു. ഫോട്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഞാൻ ചോദിച്ചിട്ട് തരാമെന്നാണ്. അങ്ങനെ വേറെ 1-2 ഫോട്ടോ അയച്ചപ്പോൾ കൊള്ളാം, കുഴപ്പമില്ല എന്ന രീതിയിൽ ഞാൻ കുഴപ്പമില്ല രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു എവിടെ വീട് എന്ന്. അപ്പം ഉമ്മ പറയണില്ല ചേട്ടാ എവിടെ വീടെന്ന് പറഞ്ഞത്. കാരണം 10 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്ന എന്താണ് കുട്ടികളുടെ കാര്യമൊക്കെ ലോങ്ങാണ്, എനിക്ക് അത്രയും ദൂരമൊന്നും പോകാൻ വയ്യാന്നൊക്കെ പറഞ്ഞ ആൾക്ക് ഇത് എന്നോട് പറയുന്നൊരു മടി, എൻ്റെ വീട് ഇത്ര ലോങ്ങിലെന്ന് പറയുന്നൊരു മടി. അപ്പം ഉമ്മ പറഞ്ഞു അതൊക്കെ ഞാൻ പറയാം, ഞാൻ ദൂരേക്ക് സംസാരിക്കട്ടെ, എനിക്ക് ഇഷ്ടമായിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ പറയുന്ന സ്ഥലം എവിടെയെന്ന് പറഞ്ഞു, എനിക്ക് അറിയണ ആരെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിലോ നമുക്ക് അന്വേഷിക്കാമല്ലോ. അമ്മ അങ്ങനെ പറഞ്ഞു കുറച്ച് ലോങ്ങാണ്, എന്നാലും എന്താ നമ്മളിപ്പോൾ എന്നും ഇപ്പോൾ അവിടേക്ക് പോകൂലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെയാണ്. അപ്പം ഉമ്മ ആദ്യം എന്നോട് പറഞ്ഞേ എറണാകുളത്താണ്, ഓള് വീട് എറണാകുളത്താണെന്ന് പറഞ്ഞു. എറണാകുളത്താണ്, ലോങ്ങാണ്. അപ്പം ലോങ് ആയാലും എന്താ മോനെ നല്ല കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താ, ലോങ് ആയാലും എന്താ മോനെ നല്ല കുട്ടിയാണെന്നെങ്കിൽ എന്താ, നമ്മളിപ്പോൾ ഇന്നിപ്പോൾ അവിടെ പോയി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, പോകുമ്പോൾ 2 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് വരിക അത്രേ ഉള്ളൂ. അപ്പോൾ എറണാകുളത്താണ് അല്ലേ എന്ന് പറഞ്ഞു. പിന്നെ എറണാകുളമല്ല ആലപ്പുഴയാണ് തോന്നണെന്ന് പറഞ്ഞു. അല്ല ആലപ്പുഴ ആദ്യം പറഞ്ഞു, എറണാകുളമല്ല ആലപ്പുഴയാണ് തോന്നണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ആലപ്പുഴത്തെ രമണീനെ ഭയങ്കര ഇഷ്ടമാണ്. അല്ല രമണീയത, മറ്റേ പ്രകൃതി രമണീയത. അപ്പോൾ ഞാൻ പറഞ്ഞു ആലപ്പുഴയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഉപ്പാനോട് ചോദിച്ചു നോക്കട്ടെ കോട്ടയാന്ന് തോന്നണേ. അപ്പം ഉമ്മ എന്നോട് പറയാനുള്ള മടിക്കുമ്മ ഇങ്ങനെ ഒരു എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് എത്തി, ആലപ്പുഴയിൽ നിന്ന് കോട്ടത്തേക്ക് എത്തി, ഇതിപ്പോൾ എങ്ങനെയെങ്കിലും കൊല്ലത്തേക്ക് എത്തിക്കണമല്ലോ. അങ്ങനെ നിന്ന് കോട്ടയം വരെ ഉമ്മ അവിടെ നിന്ന് കോട്ടയത്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻസ് എനിക്ക് അങ്ങനെ ഓടുന്നാലും കുഴപ്പമില്ല, നമ്മളെ വാരിയല് ഞാൻ അജ്മൽ ഇങ്ങനെ ആക്കി സ്ഥാനമോഹല്ല തേപ്പാക്കാൻ 2-3 ഉള്ളൂ. എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഇങ്ങനെ പ്രപ്പോസൽ വന്നപ്പോൾ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ അത്തീൻ്റെ റിലേറ്റീവ് വഴിയാണ് പ്രപ്പോസൽ വന്നത്, അല്ല അത്തീൻ്റെ ഫ്രണ്ട് വഴിയാണ് പ്രപ്പോസൽ വന്നത്. അപ്പോൾ ആദ്യം വലിയ താല്പര്യം കല്യാണം കഴിക്കണ്ടെന്നൊക്കെ ആയിരുന്നു. ഇപ്പോൾ തന്നെ കല്യാണം കഴിക്കണ്ട അങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ ഒക്കെ ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെ കുളിച്ചിട്ട് തിരുമ്പിയിട്ട് ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഹോസ്റ്റലിൽ ആ സമയത്ത് വിരിച്ചിട്ട് വന്ന സമയത്ത് ഫോണിൽ ഫോട്ടോ വന്നിട്ടാ
നിങ്ങള് ഫോട്ടോ അയച്ചത് അന്ന് ഫോട്ടോയിലൊക്കെ എന്ത് ഭംഗി അല്ലാ കൊറച്ചേരം ഇങ്ങനെ നോക്കിയിരുന്നു. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ചു കാലം. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഫോട്ടോണ്. സത്യം ഈ കോലം നല്ല ഈ കോലത്തിൽ എന്താ കുഴപ്പം? എഡിറ്റ് ചെയ്തതൊക്കെ ആയിരിക്കും. ഞാൻ കുറച്ചേരം നോക്കിയത് കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടല്ലോ വെക്കാൻ. എന്നിട്ട് ഒരു ന്യൂസ് പ്രിന്റ് ഒക്കെ ആയിട്ട് അയച്ചത് മറ്റേ ഖുറാൻ എഴുതിയതിൻ്റെയും നിങ്ങൾക്ക് റെക്കോർഡ് കിട്ടിയതിൻ്റെ ഒക്കെ സാധനം നമ്മൾ ഭയങ്കര ഇമ്പ്രസ് ആവൂലേ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, റൂംമേറ്റ്സ് ഉണ്ട്, പിന്നെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞാൽ ആ രസമുണ്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ്. അത് ഇപ്പാൻ്റെ പൊട്ടത്തരാണ്. ഇപ്പം എൻ്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ എല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം അയച്ചു കൊടുത്തിരിക്കുന്ന ഫോട്ടോൻ്റെ കൂടെ ഞാൻ ഖുറാന് കൈകൊണ്ട് എഴുതിയതിൻ്റെ ന്യൂസിൽ വന്ന കട്ടൗട്ട്, പിന്നെ എനിക്ക് 2 വേൾഡ് റെക്കോർഡ് ഉണ്ട്, ആ വേൾഡ് റെക്കോർഡ് ന്യൂസിൽ വന്ന കട്ടൗട്ട്, ഇതൊക്കെ കൂടി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ എന്താ അങ്ങനെ കണ്ട്. പിന്നെ എനിക്ക് അപ്പോൾ ഭയങ്കര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്കപ്പോൾ എന്താ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നിട്ട് ഇവളെ ഉമ്മ എന്നോട് പറഞ്ഞു, ഇവള് പണ്ടേ പറയുന്നു ഇവൾക്ക് താടിയുള്ള ചെക്കന്മാരെ ഭയങ്കര ഇഷ്ടമാണ്, മലപ്പുറത്തുനിന്ന് കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ. ബുദ്ധിയില്ലാത്ത പ്രായത്തിൽ എന്റെ താടിയിലും എന്റെ ലുക്കിലും അവള് വീണു ഗൈസ്. അങ്ങനെ പിന്നെ എന്താ പറയാ ഇഷ്ടം കുഴപ്പമില്ല പറഞ്ഞ് അങ്ങനെ. അപ്പൊ ഇന്നെ ആദ്യമായിട്ട് കണ്ടപ്പോഴുള്ള റിയാക്ഷൻ എന്തെങ്കിലും? കണ്ണും കണ്ണും നിക്കായിന് 2 ദിവസം മുന്നെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ആ പെണ്ണുകാളെ എങ്ങനെ അറിയാം, ഇവർ ഉപ്പ കാണാൻ വന്നിട്ട് ഇവരിപ്പം എൻ്റെ ഉപ്പാൻ്റെ ഫ്രണ്ടും കാണാൻ വന്നിട്ട് പെണ്ണുകാട്ടിലല്ലേ. അപ്പം എന്നോട് ചെറുക്കനെ കാണണ്ടേ, ഒരു മിനിറ്റ് എപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇവരിപ്പാക്കാണെങ്കിൽ വെപ്രാളി, ഇപ്പാക്ക് എന്താ ചെയ്യുന്നതല്ല ഇപ്പം ഇങ്ങനെ എനിക്ക് കൊണ്ട് ടെൻഷനാവും ഇപ്പനെ കണ്ടിട്ട്. ഇപ്പം മറ്റേ ബൈക്കുമ്പോൾ ഇങ്ങനെ വന്നിറങ്ങിയിട്ട് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടപ്പോൾ എൻ്റെ ഹോസ്റ്റലിലേക്കാണ് വരുന്നത്. എന്നിട്ട് വന്നിട്ട് ഇപ്പാക്ക് ടെൻഷനാ, ഇപ്പം ഇങ്ങനെ എന്നിട്ട് പിന്നെ വിളിച്ചിട്ട് എനിക്ക് തന്ന് ഓൾറെഡി ഞങ്ങൾ മെസ്സേജ് അയച്ചിക്കണേ വിളിക്കുന്നൊക്കെ പറഞ്ഞിരിക്കണേ. ഓൾറെഡി മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്ന് 2 പേർക്ക് ഇഷ്ടമായി കണ്ടപ്പോൾ ഞാനങ്ങോട്ട് മെസ്സേജ് അയച്ച്. പിന്നെ ഞങ്ങളൊന്ന് അറിയണമല്ലോ, എന്നിട്ട് വീട്ടിൽ പ്രൊസീഡ് ചെയ്താൽ മതി ചോദിച്ചിട്ട് ഞങ്ങളൊന്ന് മുന്നേ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് എന്നോട് ഇങ്ങനെ ചോദിക്കും, അജുക്ക ഇപ്പം കാണാൻ വരുന്ന പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഞങ്ങൾ അന്ന് ഞാൻ മെസ്സേജ് അയക്കണേ ഇപ്പം വന്നിക്കണക്ക് പേടിയാവുന്നുണ്ട്, ഇപ്പാക്ക് എന്നെ ഇഷ്ടാവോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് വീഡിയോ കോൾ അതുവരെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ ജസ്റ്റ് ചാറ്റിങ്ങും മാത്രം, ഫോട്ടോ കണ്ടിട്ടില്ല. ഫോട്ടോ അന്ന് അയച്ച ഫോട്ടോസ് ഞങ്ങൾ ഫോട്ടോസ് ചാറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോസൊന്നും ചോദിച്ചിട്ടില്ല. അവള് ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ വേറെ ഫോട്ടോ അവളോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഭയങ്കര കമ്പനിയായി ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ. അപ്പോൾ ഇവളിങ്ങനെ അജുക്ക ഉപ്പാക്ക് ഇഷ്ടാവൂലേ, അല്ലെങ്കിൽ എന്നോട് പിന്നെയും ചോദിക്കും വീഡിയോ കോൾ ഇത് നിങ്ങൾക്ക് ഇന്നെ ഇഷ്ടാവൂലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിക്ക് കുഴപ്പമില്ലൊക്കെ എങ്ങനെ ആയാലും ഓക്കെയാണ് ഈ വിളിക്ക്. അപ്പോൾ ഞാനും പെണ്ണ് കിട്ടിയാ മതി. അപ്പോൾ പെണ്ണുകാണുന്ന വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിച്ച് അങ്ങനെ പിന്നെ നേരിട്ട് കാണുന്നത് നിക്കായിന് 2 ദിവസം മുന്നെയാണ്. അപ്പൊ എനിക്കാണെങ്കിൽ അല്ല പഠിച്ച ഹൈറ്റ് ഉണ്ടാവൂലേ, ഇവളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അജുക്ക് നിങ്ങളെത്ര ഹൈറ്റ്. പിന്നെ ഞാൻ അത്യാവശ്യം ഹൈറ്റ്. പിന്നെ അന്ന് കാണാൻ വരുമ്പോ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ ഇവള് ചെരുപ്പ് എടുക്കാൻ വരക്ക് ചെരുപ്പിന്റെ ഫോട്ടോ അയച്ചു തരും. അജുക്ക് എത്ര ഹീല് വേണോ, ഞാൻ എത്ര ഹീലുള്ള ഇടണം, ഇവള് എത്ര ഹീലുണ്ടോ, ഞാൻ ഇതിട്ട് കഴിഞ്ഞാൽ ഞാൻ ഉയരം തോന്നിക്കാം. അപ്പൊ ഇവളെ പേടി ഇവളെക്കാൾ ഉയരം ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ഞങ്ങളെ ഫസ്റ്റത്തെ റിയാക്ഷൻ, അതായത് ഞങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഇട്ട വീഡിയോ ഷോർട്സ് അതാണ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതെല്ലാരും ഞങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കുറെ ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളെ കാണാൻ ഒരുപോലെ ഉണ്ടെന്ന്. എനിക്ക് തോന്നിട്ടില്ല. ഉണ്ടോ? എനിക്ക് തോന്നാറില്ല. അപ്പോ ഇനി ഞങ്ങൾക്ക് തോന്നിയിട്ട് ചേട്ടാ അങ്ങനെ ഒരുപോലെ ഉണ്ടോ? ഫസ്റ്റത്തെ റിയാക്ഷൻ രണ്ടാക്കും എങ്ങനെ നേരിട്ട് കാണാൻ എങ്ങനെയാന്നുള്ള ഒരു ഇതുണ്ടാവുക, ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ആ ഫസ്റ്റത്തെ ഒരു ചിരിയിലും സലാം പറച്ചിലും ഒക്കെ കണ്ട്. പിന്നെ എല്ലാവരും പറയുന്നു ഇവര് അവിടെ വെച്ചിട്ട് ഞങ്ങളെ അന്നത്തെ ചിരിയും കളിയും കാട്ടിക്കൂട്ടലൊക്കെ കണ്ടിട്ടാണ് എല്ലാവർക്കും ഡൗട്ട് വന്നത്. ഇവര് പ്രേമിച്ച് കല്യാണം പ്രേമിച്ചിട്ട് ഓൾറെഡി നമ്മൾ മെസ്സേജ് അയച്ച കമ്പനി ആയതുകൊണ്ട് നമ്മൾ ആ കമ്പനിയിൽ നമ്മൾ ആ ഒരു
ആ ഒരു കമ്പനി ഞങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റിൽ, അതായത് ഏകദേശം ഒരു 6 മാസത്തോളം അല്ലേ, 6 മാസത്തോളം ഞങ്ങൾ കോണ്ടാക്ട് വെച്ചിട്ടുണ്ട്. പരിചയമുള്ള ആൾക്കാരായി കഴിഞ്ഞു. അങ്ങനെ പരിചയം ഉണ്ടായിട്ട് പിന്നെ അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ ഇവര് ഇനി പ്രേമിച്ചിട്ട് നമ്മളോട് കളവ് പറയണ, ഇവര് പ്ലാൻ ചെയ്തിട്ട് ഇത് അറേഞ്ച് മാരേജ് പോലെ ആക്കി മാറ്റിയതാണോ എന്ന് കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങളെ ഒരു സംസാരവും ചിരിയും കളിയും. വേറെ കാര്യം ചോദിക്കാം, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ 4 പേരല്ല, കുറച്ച് അത്യാവശ്യം ആൾക്കാർ അറിയപ്പെടുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ എവിടെ കണ്ടാലും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ത്രൂ അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല, അല്ലെങ്കിൽ കല്യാണം കഴിച്ചെന്ന് തന്നെ കൂട്ടിക്കോ, ഈ വീഡിയോ ത്രൂ അല്ലെങ്കിൽ ഏത് രീതിക്ക് ഫേമസ് ആവാനായിരുന്നു നിനക്ക് ആഗ്രഹം? ഈ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമായിരുന്നു, ക്രാഫ്റ്റ് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഓൺ ക്രാഫ്റ്റ് പേജോ അങ്ങനത്തെ ക്രാഫ്റ്റ് ബിസിനസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, മെഹന്തി ആർട്ടിസ്റ്റ് അങ്ങനൊക്കെ പോയനെ. ഇങ്ങക്കാണെങ്കിലോ, നിങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ? എൻ്റെ ഡെഫിനറ്റ്ലി ആർട്ട്, ചിത്രം വര, ആ രീതിക്ക് പോയിരുന്നു. ഞാൻ മോഹൻലാലിനെ കാണാനും വേണ്ടിയിട്ട്, മുന്നേ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലിനെ കാണാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ശ്രമിച്ച് എന്നെക്കെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് പല വെറൈറ്റി ചെയ്ത് പല ആർട്ടും ചെയ്യുന്ന ഒരു പ്രാന്ത് ഉണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുപ്പോട് കൂടി ഞാൻ ആ ടച്ച് വിട്ടുപോയി. ഞാൻ ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി, എൻ്റെ പേരിൽ 2 വേൾഡ് റെക്കോർഡുണ്ട്, ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡുണ്ട്, ഒരു ഏഷ്യ ബുക്ക് റെക്കോർഡുണ്ട്. അങ്ങനെ കുറച്ച് റെക്കോർഡ്സും കാര്യങ്ങളും ഉണ്ട്. മാതൃഭൂമി ന്യൂസിൽ എൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിട്ടുണ്ട്, മനോരമയിൽ എൻ്റെ മനോരമ ഓൺലൈനിൽ എൻ്റെ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഇവിടുത്തെ UAE FM-ൽ എൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആർട്ടിൻ്റെ രീതിയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടൈമായിരുന്നു. പിന്നെ എന്തോ കംപ്ലീറ്റ്ലി ടച്ച് ഇട്ട് പോയി. ഞങ്ങളെ ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുക? ഫ്യൂച്ചർ പ്ലാൻ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ, ഞാൻ തീരെ ഗോളില്ലാത്ത ആളാണ്. അതായത് ജീവിതത്തിനൊരു ലക്ഷ്യം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ എന്താണ്, അങ്ങനെ ഒരു നല്ലൊരു ലെവലിൽ എത്തണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. അല്ലാതെ അങ്ങനെ ഒരു സ്പെസിഫിക് ഗോൾ എന്ന് പറയാൻ മാത്രം ഒന്നും എൻ്റെ ലൈഫിൽ യാതൊരു സെറ്റ് ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീട് വെക്കണം എന്നുണ്ട്, വീട്ടിലേക്ക് നല്ലൊരു വണ്ടി വാങ്ങണം എന്നുണ്ട്, വീട്ടുകാർക്ക് നല്ല ആഗ്രഹമുണ്ട്, ഉമ്മാനെയും ഉപ്പാനെയൊക്കെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. എൻ്റെ അനിയനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കാരണം അനിയൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എല്ലാരും ഇങ്ങനെ വെക്കേഷന് അങ്ങോട്ട് പോകുന്ന ചെറിയ മോനായിരുന്ന സമയത്ത് ഇവർ 2 ഇക്കാക്കാരും ഗൾഫിലല്ലേ. അപ്പോൾ ഓൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഇക്കാക്കാര് ഗൾഫിലാണ്. അപ്പോൾ ഓര് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ ഓരോ ഇക്കാക്കാർ കൊണ്ടുപോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാരുടെ അടുത്ത് വന്നിട്ട് പറയത്രേ, ഇമ്മ അങ്ങനെ ഓരോ ഇക്കാക്കാർ ഗൾഫിലേക്ക് കൊണ്ടുപോവാണ്, ഇന്നെപ്പോഴാണ് കൊണ്ടുപോവാന്നൊക്കെ. അവരാഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം, അത്രേ ഉള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഫിനാൻഷ്യലി ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആവണം, എൻ്റെ പേരൻസിനെ കൊണ്ടുവരണം, കുറേ ഡ്രസ്സ് വാങ്ങണം, അതൊക്കെയാണ് നമ്മളെ ഫ്യൂച്ചർ പ്ലാന്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എനിക്ക് എന്നെ സന്തോഷമാക്കി വെക്കാൻ പറ്റണം. കാരണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മളെപ്പോൾ മരിച്ചു പോകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം, നമുക്ക് ചുറ്റിനുള്ള ആൾക്കാരെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാൻ പറ്റണം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചത്, നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ഇത്ര കറക്റ്റിൽ കിട്ടുന്നത്? പൊന്നു മക്കളെ, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗ്ഗം ഒരൊറ്റ അച്ചി വാർത്തതാണ്, ഒരൊറ്റ അച്ചിൽ. ഇതെല്ലാത്തിനും പടച്ചോനിടല്ലോ, മറ്റേ വലിയൊരു ചട്ടിയിൽ ഒറ്റ ചട്ടി വാർത്തതാണ് പെണ്ണെന്നുള്ള വർഗ്ഗം. എല്ലാത്തിൻ്റെ സ്വഭാവം അതേപോലെ തന്നെ. ഞാൻ ചെയ്ത വീഡിയോസൊക്കെ അത്ര വലിയ ഇതല്ലെങ്കിലും ചെറിയ ചെറിയ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഇവിടെ ദേഷ്യപ്പെടലും ചോദ്യം ചെയ്യലും അതൊക്കെ ഞങ്ങൾ ലൈഫിൽ നിന്ന് പിച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ റിലേറ്റബിൾ ആയിരിക്കും സംഭവം. ഇത് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ ഇങ്ങനെയാണോ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും അറിയില്ലായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ ഒരു ഫസ്റ്റ് ഞങ്ങൾ തോന്നുന്നതൊക്കെ വീഡിയോ കോളിൻ്റെ ഒരു കണ്ടൻറ്റ് ഞങ്ങൾ ചെയ്തത്
റീകണക്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, റീകണക്റ്റിംഗ് സ്റ്റോറി എന്നുണ്ട്. അതായത് ഇവളെ നാട്ടിൽ പോകുമ്പോൾ, അതായത് ഇവൾക്ക് കോൾ ചെയ്യുമ്പോൾ ഇവളെ എന്താണ് ബോട്ടിം അല്ലെങ്കിൽ വീഡിയോ കോൾ ആപ്ലിക്കേഷനിൽ റീകണക്റ്റിംഗ് എന്ന് കാണിച്ചിട്ട് റേഞ്ച് ഇല്ലാതാവണ ഒരു സംഭവമില്ലേ, അതാണ് ഞങ്ങൾ ഫസ്റ്റ് ഓൺ വോയിസിലുള്ള വീഡിയോ കോൾ തിന്നില്ലേ. അപ്പോൾ അത് തന്നെയാണ്. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു ഫസ്റ്റ് ഒന്ന് എന്താ റേഞ്ച് ഉള്ളിടത്ത് പോയി നിൽക്ക് എന്ന് പറയുമ്പോൾ ഇവള് പറയും ഞാൻ റേഞ്ച് ഉള്ളിടത്ത് തന്നെ നിൽക്കണം. അപ്പോൾ ഞാൻ പറയും അതെങ്ങനെ പട്ടിക്കാട്ടിലല്ലേ പോയി കിടക്കണമെന്ന്. അതായത് ഞാനൊക്കെ പൊതുവേ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത്. അത് ഇവിടെ റേഞ്ച് ഇല്ല. അത് കേട്ട് പിന്നെ നാട്ടുകാർ പറയണ്ടേ, എൻ്റെ ഉമ്മീൻ്റെ അടുത്തൊക്കെ പറയണ്ട അത്രേ, എൻ്റെ മോള് മരുവാന് പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാടിനെ പറയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് അത്ര ഇഷ്ടമാണില്ല എന്നൊക്കെ അറിയണ്ടേ. ഫണ്ണി അതിപ്പോൾ അപ്പോൾ എൻ്റെ വീട്ടിലായാലും എൻ്റെ അപ്പാൻ്റെ ഉമ്മാൻ്റെയും വീട് നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. ഒരു പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ തന്നെ അവിടുന്ന്, അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാൻ്റെ വീടിൻ്റെ ബാക്കിയുള്ള പാടം കിടന്ന ഉമ്മാൻ്റെ വീട് അങ്ങനെയാണ്. ആ ഉപ്പ വരെ ഉമ്മാനോട് പറയും ഈ ആ പട്ടിക്കാട്ടിലല്ലേ പോയി കിടക്കണമെന്ന്. അപ്പോൾ ആ ഒരു പട്ടിക്കാട്ടിൽ പോയി കിടക്കല്ലേ എന്നുള്ളൊരു ഫണ്ണി വേർഡാണ്. അപ്പോൾ അത് ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഉണ്ടായിട്ട് ഇവളെ വീട്ടിൽ നിൽക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ റേഞ്ച് ഉണ്ടാവില്ല. ഞാൻ വിളിക്കുമ്പോൾ അങ്ങനെ റീകണക്റ്റിംഗ് എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ അവളോട് പറയും ഈ പട്ടിക്കാട്ടിൽ പോയി കിടക്കല്ലേന്ന്. അപ്പോൾ ഓളി ചോദിക്കും നിങ്ങളെ നാടകം. അപ്പോൾ അത് ഞങ്ങളൊരു കണ്ടന്റ് ആക്കിയിട്ടാണ് ചെയ്തത്. അതും ഇതേപോലെ എത്ര 2 മില്യണോ 3 മില്യണോ വ്യൂസ് വന്നു. അപ്പോൾ അതിലാണ് കുറേ ആൾക്കാർ റിലേറ്റബിൾ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സംഭവം അങ്ങനെ മനസ്സിലായി, ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എല്ലാ ആൾക്കും നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോന്ന് ഇതേപോലെ ഞങ്ങളെ പിന്നെന്താ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും സംസാരിക്കില്ലെങ്കിൽ പിന്നെന്താ നിങ്ങൾ പറയും. ഇവൾക്ക് എത്ര പിന്നെന്തും പറയാം, ഞാൻ പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒന്നും പറയാനുണ്ടാവില്ല, നിങ്ങൾ എങ്ങനെയാണെന്ന് ഇവിടെ തല്ലുവിടും. എത്ര വട്ടം തല്ലുപിടിക്കുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങൾ കണ്ടന്റാക്കിയപ്പോൾ അതും റിലേറ്റബിൾ. അങ്ങനെ നമുക്ക് മനസ്സിലായി ഞങ്ങളിടയിൽ നടക്കണ ഓരോ ചെറിയ കാര്യങ്ങളും എല്ലാവരും എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞോ, ഇത് ഞാനിങ്ങനെ റേഡിയോ പോലെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അതാണ് എന്ത് സംഭവം ആയിക്കോട്ടെ, എന്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ പല കോംപ്ലിക്കേഷൻസും അത് ഭയങ്കര ചെറിയൊരു പോയിൻ്റ് ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുള്ളൂ. അതായത് ചിലപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു കണ്ടൻറ്റിൽ ചെയ്ത പോലെ അങ്ങനെ എവിടെ എത്തിക്കഴിഞ്ഞാലും ഇവളിങ്ങനെ ഞാൻ കോളേജിലെത്തിയിട്ടാ വരാട്ടാ ബസ് കയറിയിട്ടാന്നൊക്കെ എനിക്ക് അയക്കും. പക്ഷെ ഞാനതൊന്നും ചെയ്യണില്ല. അപ്പോൾ അത് ഞങ്ങളൊരു കണ്ടൻറ്റാക്കി. അപ്പോൾ അതേപോലെ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെയുള്ളൂ. പക്ഷേ ഞങ്ങൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഭയങ്കര ക്രൂഷ്യലൊക്കെ ആയിട്ടോ, അത്ര അങ്ങനെയൊന്നുമില്ല കേട്ടോ. സംഭവം നാഗവല്ലി എന്നുള്ള പേര് ഇവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിലും നാഗവല്ലി അങ്ങനെ വലിയൊരു നാഗവല്ലി അല്ല, പക്ഷെ ഒരു മീഡിയം നാഗവല്ലിയിൽ പെടുത്താം. ഇവളൊരു നോട്ടാണ്. ആ നോട്ടത്തിൽ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വായന എവിടുന്നോ തുടങ്ങി എവിടേക്കോ പോകുന്നു. ഇപ്പോഴും ഞങ്ങള് എന്താണ് ഒരു ദിവസം വീഡിയോ ഇട്ട് രണ്ടാമത്തെ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷൻ ആയിരിക്കും. നമ്മളിനി എന്താ ഇടുക. ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ടെൻഷനാണ്. ഈ ആൾക്കാരെ ചോദിക്കും എന്താ പുതിയ വീഡിയോ ഒന്നും ഇല്ലേ, എന്താ ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ കുറക്കാൻ പാടില്ലല്ലോ. അതായത് നമ്മൾ ഇത്രയും ഇട്ട വീഡിയോസ് നന്നായിട്ട് പിന്നിടുന്ന വീഡിയോ അതിലൊന്നുമില്ല, ചിരിക്കാനൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഗ്രാഫ് താഴോട്ടാണ് പോവുക. അപ്പോൾ അതിനൊരു കോട്ടം സംഭവിക്കാതെ ഇതിങ്ങനെ കൊണ്ടുവരണം. എന്തോ പടച്ചോൻ്റെ കുതിരത്തുകൊണ്ട് ഇതുവരെ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോ ആണെങ്കിൽ പോലും ഇവള് കിടന്നുറങ്ങുക. ഇങ്ങനെ ഷൂട്ട് കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരു കണ്ടന്റ് ഇങ്ങനെ ഓർമ്മ വന്ന് ഇങ്ങനെ തടി കൂടി ഇവള് മോട്ടിവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഇവള് അതിന് എന്നെ ചെയ്ത് പറഞ്ഞ്. അപ്പോൾ അത് അങ്ങനെ ആ ഷൂടുമ്പോൾ ഓർമ്മ വന്നൊരു കണ്ടന്റാണ്. ഞാൻ അപ്പം തന്നെ എന്ത് ചെയ്തു, ഫോൺ എടുത്തിട്ട് ഞാൻ എൻ്റെ പോർഷൻ ഞാൻ ഇവിടുന്ന് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഓഫീസിൽ പോയിട്ട് ഞാൻ ഓഫീസിലെത്തിയിട്ട് ഇവൾക്ക് വാട്സപ്പ് ത്രൂ അയച്ചു കൊടുത്തു. എൻ്റെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഇതിനെ ഓപ്പോസിറ്റ് നിൻ്റെ പോർഷൻ ഷൂട്ട് ചെയ്തിട്ട് അയക്ക്, ഡയലോഗ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇതിനോളം അയച്ചെന്നു, എഡിറ്റ് ചെയ്തു, അപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും ഒറ്റ സെക്കൻഡ് കൊണ്ട് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എങ്ങനെ ഇത്രയും റിലേറ്റബിൾ കണ്ടന്റ് കിട്ടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ വായിന്ന് വരുന്നതും പെണ്ണുങ്ങളെ സ്വഭാവം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും.
കുറെ കമന്റ് വന്നിട്ടുണ്ട് ഇതിനെല്ലാം അച്ചിക്ക് എന്താണ് ഒരച്ചില് വാർത്തതാണെന്ന്. പിന്നെ എന്താണ് എന്താണ് വേറെ എന്താണ് ചെക്കന്മാരെ കമന്റ് അടിക്കും, നിങ്ങൾ എന്റെ വൈഫിന്റെ ആരെങ്കിലും ആണോ, നിങ്ങൾ എന്റെ വൈഫിന്റെ കുടുംബമാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഈ അജ്മലിനുള്ള പേരല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേരായിരുന്നു ഇടണ്ടാവുക? അബ്ദുൽ മണികണ്ഠൻ. അതല്ല എല്ലാവർക്കും കൂടും. ഇപ്പൊ എങ്ങനെ അപ്പൊ എന്റെ ഉപ്പാനോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് പറയും. എനിക്ക് അങ്ങനെ ഇഷ്ടം ഇത് ഒരാൾക്ക് എന്റെ പേരിപ്പൊ മാറ്റിയിട്ട് വേറെ എന്തിലാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. എന്റെ ശീലമായി അജ്മൽ അജ്മൽ അജ്മൽ. എന്നെ അജ്മലിന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ സൽമാൻ, എന്നെ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ സൽമാനെ എന്ന് വിളിക്കുക. പിന്നെ എന്താണ് അജ്മൽ സൽമാൻ എന്ന പേരുള്ള. അപ്പോൾ സ്കൂളിലെ ഫ്രണ്ട്സൊക്കെ എന്നെ സൽമാനെ, ഇപ്പോഴും സൽമാനെ എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അടുത്ത ഫ്രണ്ട്സൊക്കെ അജു എന്ന് വിളിക്കും. പിന്നെ കുറച്ച് ആൾക്കാർ അജി എന്ന് വിളിക്കുന്നവരുണ്ട്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അജി എന്നുള്ള വിളിക്ക് ഭയങ്കര ഇഷ്ടം. അജി എന്ന് വിളിക്കണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അജു, അജി, അജുക്ക, അജുവാക്ക. ഇപ്പൊ അജുക്കാന്നുള്ള വിളി കൂടിയേക്കാണ്. ഇപ്പൊ എല്ലാവർക്കും എല്ലാരും ഇപ്പൊ എന്താണ് ഇങ്ങനെ ഇവളെ വിളി ഉണ്ടല്ലോ അജുക്ക, ഇവളെ വിളി ഉണ്ടല്ലോ അജുക്ക. അതോട് ഇപ്പൊ എല്ലാരും ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും കളിയാക്കിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും അജുക്ക. നിങ്ങളെ അജുമോനെന്ന് വിളിക്കാം. എന്തിന്? അല്ല ഇപ്പൊ അനക്ക് ഫസ്റ്റ് എന്നുള്ള പേരല്ലെങ്കിൽ എന്തായിരിക്കും? ഫസ്റ്റിനുള്ള പേരല്ല എനിക്കറിയില്ല. എൻ്റെ വീട്ടുകാരെ എനിക്കിതിന് മുന്നേ ഫസ്റ്റിനല്ലെങ്കിൽ ആദ്യം ഇടാൻ വെച്ചത് പേരെന്താണെന്നറിയോ? ഖദീജ എന്നിട്ടായിരിക്കും. സൽവ. സൽവേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാണുന്നവർക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ നിർത്തട്ടെ. ഞങ്ങൾ കുറേ ചലഞ്ച് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം സെറ്റാക്കണം, എല്ലാം സെറ്റാവട്ടെ. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായോ എന്നറിയില്ല. ലാഗായി പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ. അപ്പോൾ അത്രയ്ക്കൊക്കെ ബൈ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.